വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാലോ ഇഫക്റ്റ് ആൻഡ് സെൻട്രൽ ടെൻഡൻസിയാണ്. സോ നമുക്കത് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ് നഴ്സ് ഈസ് ടു ബിസി ടു ഗീവ് ഇവാലുവേഷൻ ടു ദ സ്റ്റാഫ്. She gave to everyone average evaluation. What is the type of evaluation that the head nurse used? Choice A, halo effect. Choice B, horn effect. Choice C, central tendency. സോ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസിയാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. കാരണം ഇവിടെ ആ ഒരു നേഴ്സ് ഇവാലുവേറ്റർ എന്താണ് അവരുടെ ആ ഒരു സ്റ്റാഫ് നേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ആവറേജ് ഇവാലുവേഷനാണ് കൊടുത്തേക്കുന്നത്. സോ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നില്ല. അതായത് വെരി ഗുഡ് ഇവാലുവേഷനും കൊടുക്കുന്നില്ല, ഒരു വെരി ബാഡ് ആയിട്ടുള്ള ഇവാലുവേഷനും കൊടുക്കുന്നില്ല. ഓക്കെ, ഒരു ആവറേജ് ലെവലിൽ ആ ഒരു ഇവാലുവേഷൻ എല്ലാവർക്കും കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ സെൻട്രൽ ടെൻഡൻസി ആണ്. Then next question, the head nurse gives a good evaluation to the nurse even though she is late. So what is the type of evaluation that the head nurse uses? Choice A, halo effect. Choice B, horns effect. Choice C, central tendency. ഓക്കെ, അപ്പം ഇവിടെ ആ ഒരു നേഴ്സ് ഇവാലുവേറ്റർ ഒരു സ്റ്റാഫ് നേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു സ്റ്റാഫ് ലേറ്റായിട്ടാണ് വന്നത് എങ്കിലും അവർക്കൊരു ഗുഡ് ഇവാലുവേഷൻ കൊടുത്തു. സോ അത് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്ന ഹാലോ ഇഫക്റ്റാണ്. ഇവിടെ ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു നേഴ്സ് ഇവാലുവേറ്റർക്ക് ആ ഒരു സ്റ്റാഫ് നേഴ്സിനെ പറ്റിയിട്ട് ഒരു പ്രീ കൺസെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അവരുടെ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ബിഹേവിയർ, അവരുടെ വർക്ക്, ഓക്കെ, അവരുടെ ആ ഒരു ജോലിയോടുള്ള റെസ്പോൺസിബിലിറ്റി. സോ ഇതും കൊണ്ടൊക്കെ ആ ഒരു നേരത്തെ തന്നെ ആ ഒരു സ്റ്റാഫ് നേഴ്സിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കും. സോ അതനുസരിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഹാലോ ഇഫക്റ്റും സെൻട്രൽ ടെൻഡൻസിയും തമ്മിലുള്ള വ്യത്യാസം. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീമായിട്ട് ഒരു ഇവാലുവേഷൻ കൊടുക്കുന്നില്ല, വെരി ഗുഡെന്നും കൊടുക്കുന്നില്ല, വെരി ബാഡെന്നും കൊടുക്കുന്നില്ല, ആവറേജ് ലെവലിൽ പോകുന്നു. ദെൻ ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രീ കൺസെപ്ച്വൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു.